മദ്യനയത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് സുധീരന്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പുമായി കോൺഗ്രസിലെ എ ഗ്രൂപ്പുകൾ രംഗത്ത്. പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത ഭാഷയിലാണ് സുധീരൻ സംസാരിക്കുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. സുധീരന്റെ നിലപാടിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ ആലോചിക്കുന്നുണ്ട്. മദ്യനയം തിരുത്തിയ സർക്കാർ നടപടിക്കെതിരെയുള്ള കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരന്റെ പ്രതികരണമാണ് എ ഗ്രൂപ്പുകളെ ഒരുപോലെ പ്രകോപിപ്പിച്ചത്. സുധീരന്റെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണം സർക്കാരിനും പാർട്ടിക്കും വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കിയെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും വിലയിരുത്തൽ. പ്രായോഗികമായ ചില തീരുമാനങ്ങൾ ഗവൺമെന്റ് കൈക്കൊണ്ടതിനെ നിശിതമായി വിമർശിച്ച് കൊണ്ട് കെ.പി.സി.സി പ്രസിഡന്റ് ശ്രീ വി.എം. സുധീരൻ നടത്തിയ പ്രസ്താവന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സുധീരന്റെ വിമർശനങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചതാണെന്നും നേതാക്കൾ പറയുന്നു. മദ്യലോബിക്ക് വേണ്ടി നയം അട്ടിമറിച്ചു എന്ന പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രിയെ മദ്യലോബിയുടെ ആളായി ചിത്രീകരിക്കാൻ സുധീരൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരു ലോബിയുടെയും മുമ്പിൽ ഗവൺമെന്റ് കീഴടങ്ങിയിട്ടില്ല, കീഴടങ്ങത്തുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് കോൺസെൻസസ് ആണ്, യുനാനിമസ് അല്ല. UDFന്റെ അഭിപ്രായ സമന്വയമാണ് ഈ മദ്യനയത്തിലെ മാറ്റങ്ങൾ. ഏകകണ്ഠമായ തീരുമാനമല്ല. ആ തീരുമാനത്തോടെ കെ.പി.സി.സി പ്രസിഡന്റ് വിയോജിച്ചിരുന്നു, മുസ്ലിം ലീഗും വിയോജിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ഇവരുടെ പക്ഷം. ഏതായാലും സുധീറിനെതിരെ പരാതിയുമായി വീണ്ടും ഹൈക്കമാൻഡിനെ സമീപിക്കാനും എ ഗ്രൂപ്പ് നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.